ഹൃദയം ഭാഗം 18. അമ്പലത്തിലെത്തിയതും ഷർട്ടഴിച്ച് തോളിലേക്കിട്ടുകൊണ്ട് ഗൗതം ദീപുവിനെയും കൂട്ടി അകത്തേക്ക് കയറി. തിരുനടയിൽ തൊഴുതു നിൽക്കുമ്പോൾ ഇരുവരുടെയും മനം നിറയെ ഈ ജന്മം മുഴുവൻ പരസ്പരം താങ്ങായും തണലായും തമ്മിൽ ഒരുപാട് സ്നേഹിച്ച് കഴിയാൻ സാധിക്കണേ എന്നായിരുന്നു. അമ്പലത്തിന് പുറത്ത് ഇലച്ചീന്തിൽ കിട്ടിയ പ്രസാദത്തിൽ നിന്നും ചന്ദനം കൊണ്ട് ഒരു കുറി ഗൗതമിന്റെ നെറ്റിയിൽ തൊടുവിക്കുമ്പോൾ അവളുടെ മുഖത്തെ പുഞ്ചിരിയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അവൻ. പെട്ടെന്നാണ് ദീപുവിന്റെ പുറകിലായി നടന്നു വരുന്ന രണ്ടുപേരിൽ അവന്റെ കണ്ണുകൾ ഉടക്കിയത്. യദുവും അമ്മയും. യദു, ഗൗതം പറഞ്ഞതും ദീപു ഒന്ന് തിരിഞ്ഞു നോക്കി. യദുവിന്റെ കണ്ണുകളും അവരിലായിരുന്നു. ഒരു വേള അവന്റെ കണ്ണുകൾ നിറഞ്ഞു. യദുവിന്റെ കോലം കണ്ട് പരസ്പരം നോക്കി ദീപുവും ഗൗതമും. കൺതടങ്ങളിൽ കറുപ്പ് വീണിരിക്കുന്നു. മുഖത്ത് കുറ്റിരോമങ്ങൾ നിറഞ്ഞിരിക്കുന്നു. അലസമായ വേഷം. ദീപുവിന്റെ ഉള്ളിൽ എപ്പോഴും ക്ലീൻ ഷേവ് ചെയ്ത് നല്ല ക്ലാസ് ലുക്കിൽ നടക്കുന്ന യദുവിന്റെ മുഖം തെളിഞ്ഞു. അവന്റെ ഈ മാറ്റം എന്തുകൊണ്ടാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. യദുവിന്റെ അമ്മ പുഞ്ചിരിയോടെ അവർക്കടുത്തേക്ക് നടന്നു വന്നു. യദു അവർക്കടുത്തേക്ക് വരാതെ ഒരിടത്ത് നിന്നതേയുള്ളൂ. സുഖല്ലേ മക്കളെ? സ്വതവേയുള്ള പുഞ്ചിരിയോടെ അവർ ചോദിക്കെ ഇരുവരും പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഇന്ന് എറണാകുളത്തേക്ക് പോവുകയാ അമ്മേ. ഗൗതം പറഞ്ഞതും അവർ ചിരിച്ചു. യദു എന്ന് വന്നു? അന്ന് വന്നിട്ട് പോയില്ലേ? ഗൗതം ചോദിച്ചതും അവരുടെ മുഖം മങ്ങി. പോയതായിരുന്നു, ഇപ്പൊ വന്നിട്ട് 2 ദിവസമായി മോനെ. ഇനി ആ നാട്ടിലേക്ക് പോകുന്നില്ലെന്നാ പറഞ്ഞേ. ദീപുവിന്റെ മുഖം ചുളിഞ്ഞു. എന്തുപറ്റി? ഗൗതം ചോദിച്ചതിന് മറുപടിയായി അവരുടെ മിഴികൾ നിറഞ്ഞിരുന്നു. ഇവിടുന്ന് പോയി 2 ദിവസം കഴിഞ്ഞപ്പോ എന്റെ മോൻ എന്നെ വിളിച്ചു. അവൻ ജീവിതത്തിൽ തോറ്റുപോയി എന്ന് പറഞ്ഞിട്ട്. ഇനിയും ആ നാട്ടിൽ നിന്നാല് അവന് ഭ്രാന്ത് പിടിക്കുമെന്ന് പറഞ്ഞ് കുറേ കരഞ്ഞു. അന്ന് വൈകിട്ട് ഞാനും അവന്റെ അച്ഛനും കൂടെ പോയി കൂട്ടിക്കൊണ്ടു വന്നു അവനെ. ഗൗതം നീങ്ങി നിൽക്കുകയായിരുന്ന യദുവിനെ ഒന്ന് നോക്കി. ഇങ്ങോട്ട് നോക്കാതിരിക്കാൻ അവൻ മനഃപൂർവ്വം ശ്രമിക്കുന്നത് പോലെ. എന്താ അമ്മയുണ്ടായത്? ഗൗതം ചോദിച്ചതും അവർ ഒരു നിമിഷം ദീപുവിനെ നോക്കി. അവന് ഒരു പെണ്ണുമായി ഇഷ്ടമുണ്ടായിരുന്നു. അവള് അവനെ ചതിച്ചെന്ന്. എന്റെ മോൻ തകർന്നുപോയി. ദീപു ഞെട്ടിപ്പോയി. തന്നെയാണോ അവർ ഉദ്ദേശിച്ചതെന്ന് തോന്നി അവൾക്ക്. അങ്ങനെയാണോ ഈ അമ്മയോട് അവൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? അവളുടെ കണ്ണുകൾ നിറഞ്ഞതും ഗൗതം അവളെ ചേർത്ത് പിടിച്ചു. സാക്ഷിയാണോ അമ്മേ? ഗൗതം വീണ്ടും ചോദിക്കെ അവരൊന്ന് മൂളി. ഗൗതം ദീപുവിനെ നോക്കി മിഴി ചിമ്മി കാണിച്ചു. അവളുടെ മുഖത്ത് ആശ്വാസം തെളിയുന്നത് കണ്ട് ഗൗതമിന് ചിരി വന്നുപോയി. അവള് ഒരു വൃത്തികെട്ടവളായിരുന്നു മോനെ. എന്റെ മോനെ സ്നേഹം നടിച്ച് പറ്റിച്ചതാ, കാശിനു വേണ്ടി. തെറ്റ് അവന്റെ കയ്യിലും ഉണ്ട്. അത് മനസ്സിലാക്കാൻ അവൻ വൈകിപ്പോയി. എല്ലാം ഏറ്റു പറഞ്ഞ് കരഞ്ഞപ്പോ ക്ഷമിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. ഞങ്ങള് അവന്റെ അച്ഛനും അമ്മയും ആയിപ്പോയില്ലേ. ആ, ഞാൻ എന്നാ നടക്കട്ടെ. അവന്റെ ഒരു ആശ്വാസത്തിന് അമ്പലത്തിലേക്ക് കൊണ്ടുവന്നതാ. ഇനിയെങ്കിലും എന്റെ മോന്റെ ജീവിതം നേരെ ആയാ മതിയായിരുന്നു. അവർ അതും പറഞ്ഞ് മുന്നോട്ട് നടന്നു. പിന്നാലെ യദു അവരെ കടന്നുപോയി. മനഃപൂർവ്വം അങ്ങോട്ട് നോക്കാതിരിക്കാൻ യദു ശ്രമിച്ചു. യദു? പിന്നിൽ നിന്നും ദീപു അവനെ വിളിച്ചതും പിടിച്ചു കെട്ടിയതുപോലെ അവൻ നിന്നുപോയി. തിരിഞ്ഞു നോക്കി അവന്റെ കണ്ണുകൾ ഈറനായിരുന്നു. സാക്ഷി അവള്? ദീപു ചോദിക്കെ പുച്ഛത്തോടെ അവൻ ചിരിച്ചു. അവളൊരു കരിക്കട്ടയായിരുന്നു ദീപു. സ്വർണം പൂശിയ കരിക്കട്ട. ഞാനാണ് വിഡ്ഢി. ആർത്തിയും അത്യാഗ്രഹവും കൊണ്ടു നടന്ന് കൂടെയുള്ളവരുടെ മനസ്സ് വേദനിപ്പിച്ചു. അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി. നിന്നോടും ഗൗതമിനോടും ചെയ്തതിനൊക്കെ മാപ്പ് ചോദിക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ. ചേരേണ്ടവന്റെ കൈകളിൽ തന്നെ ദൈവം നിന്നെ എത്തിച്ചു. ഞാൻ തടയാൻ ശ്രമിച്ചിട്ടും.
വിധിയാണ്. എന്റെ വിധി ഞാൻ അനുഭവിച്ചേ തീരൂ. ഗൗതം പുഞ്ചിരിയോടെ അവനെ ചേർത്ത് പിടിച്ചു. വിഷമിക്കാതെ, എല്ലാം ശരിയാവും. ഈ വിഷമം കുറച്ചുനാൾ മാത്രമേ ഉണ്ടാവൂ. നിന്നെ മനസ്സിലാക്കുന്ന ഒരു കുട്ടി വരുമ്പോൾ നിന്റെ ഈ വിഷമം ഒക്കെ മാറും. പിന്നെ കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നമായിട്ട് തോന്നുകയുള്ളൂ നിനക്ക്. അതിന് മറുപടി ഒന്നും പറയാതെ ഒന്ന് പുഞ്ചിരിച്ചു യദു. ദീപുവിനെ ഒന്നുകൂടി നോക്കി പിന്നെ നടന്നകന്നു. അവൻ പോകുന്നത് നോക്കി നിൽക്കുന്ന ദീപുവിന്റെ തോളിലൂടെ ഗൗതം ചേർത്ത് പിടിച്ചു. വിഷമമായോ? ഒരു പുഞ്ചിരിയോടെ അവൻ ചോദിച്ചതിന് ഇല്ലെന്ന തലയാട്ടി അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് അവനെ മുറുകെ പുണർന്നു ദീപു. ഞാൻ എന്തിനു വിഷമിക്കണം? എനിക്ക് നിങ്ങളില്ലേ? ഐ ലവ് യു ഗൗതം. മനസ്സ് നിറഞ്ഞ പുഞ്ചിരിയോടെ അവളുടെ നെറുകയിൽ തന്റെ ചുണ്ടുകൾ പതിപ്പിച്ചു കഴിഞ്ഞിരുന്നു ഗൗതം. പിറ്റേന്നിറങ്ങാൻ നേരം ഗൗതമിന്റെ അമ്മയെയും മുത്തശ്ശിയെയും കെട്ടിപ്പിടിച്ച് കരച്ചിലായിരുന്നു ദീപു. അവരും വിഷമത്തിൽ തന്നെയായിരുന്നു. 1 മാസം കഴിഞ്ഞിട്ട് വരാലോ എന്ന് ആശ്വസിപ്പിച്ചു അവരെല്ലാം. ഗൗതമിന്റെ ഒപ്പം തിരിച്ചു പോകുമ്പോൾ ഇപ്പോൾ അവൻ തന്റെ സ്വന്തമാണെന്നോർക്കെ അവൾ അവന്റെ തോളിലേക്ക് ചാഞ്ഞു. അവളുടെ നെറുകയിലേക്ക് തന്റെ കവിൾ ചേർത്ത് വെച്ച് ഡ്രൈവ് ചെയ്തു ഗൗതം. ഇടയ്ക്കിറങ്ങി ഒരു KFC ഒക്കെ കഴിച്ചിട്ടായിരുന്നു യാത്ര. ആദ്യം പോയത് ദീപു താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് തന്നെയായിരുന്നു. അവിടെ നിന്നും എല്ലാം എടുത്തിട്ട് ഗൗതമിന്റെ ഫ്ളാറ്റിലേക്ക് പോകാൻ. ഗൗതം ഒരു ഫ്ളാറ്റിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. ദീപു ഗേറ്റ് കടന്നതേ കണ്ടു മുഖം നിറയെ അവജ്ഞയുമായി നിൽക്കുന്ന ഗ്രേസി ആന്റിയെ. ഗൗതമിനെ കൂടെ കണ്ടതും അവരുടെ മുഖം വീർത്തു. ആന്റി, കീ തരാവോ? കൊച്ചേ, ഒരു കാര്യം പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. ഇതൊന്നും ഇവിടെ പറ്റത്തില്ല. കാര്യം ഇത് സിറ്റിയൊക്കെ തന്നെയാ. എന്നാലും ഏതോ ഒരുത്തന്റെ കൂടെ കുറച്ചു ദിവസം താമസിച്ചേച്ച് വന്നിട്ട് ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല. ഏനക്കേട് വല്ലതും ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾക്ക് അതിന്റെ പിന്നാലെ നടക്കാനൊന്നും വയ്യ. അവർ കെറിവിച്ചതും ഗൗതം കയറി ഇടപെട്ടു. അല്ലെങ്കിലും ഇവളിവിടെ താമസിക്കാൻ വന്നതല്ല ആന്റി. ഇവളിനി എന്റെ കൂടെയാ താമസിക്കാൻ പോണേ. അവരൊന്ന് മുഖം ചുളിച്ചു, എന്തോ വൃത്തികേട് കേട്ടതുപോലെ. എന്താ, ആന്റിയുടെ മുഖത്തിന് എന്തെങ്കിലും പറ്റിയോ? എനിക്ക് എന്ത് പറ്റിയിട്ടും പറ്റാതിരുന്നിട്ടോ എന്ത് കാര്യം? ഇമാതിരി ഏർപ്പാടൊക്കെ ഇപ്പൊ നല്ലോണം ഉണ്ടല്ലോ. ഭാര്യ ഭർത്താവിന്റെ കൂടെ അല്ലേ ആന്റി താമസിക്കണ്ടേ? ദീപു എന്റെ ഭാര്യയാണ്. അവളുടെ സാധനങ്ങൾ എടുത്ത് ഇവിടുന്ന് ഒഴിയാനാ ഞങ്ങളിപ്പോ വന്നത് തന്നെ. ചിരി അടക്കി അവൻ പറയെ അവർ പകപ്പോടെ അവളെ നോക്കി. അപ്പോഴാണ് അവളുടെ കഴുത്തിലെ താലി അവർ കാണുന്നത്. നെറ്റിയിൽ ചെറുതായി വരഞ്ഞിരിക്കുന്ന സിന്ദൂരവും. ചമ്മലോടെ ഒന്ന് ചിരിച്ചിട്ട് അവർ അകത്ത് പോയി കീ എടുത്തുകൊണ്ടുവന്ന് ദീപുവിന് കൊടുത്തു. അവരെ നോക്കിയൊന്ന് ചിരിച്ചിട്ട് ദീപു മുകളിലെ സ്റ്റെപ്പ് കയറി. പിന്നാലെ ഗൗതമും. ഗ്രേസി ആന്റിയുടെ മോള് അവരെ നോക്കി കണ്ണുരുട്ടി. ഒന്നും അറിയാതെ ഓരോന്ന് വിളിച്ചു പറയരുതെന്ന് അമ്മച്ചിയോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. അതിന് ഒന്ന് ചമ്മലോടെ ചിരിച്ചു അവർ. മുറിയിലേക്ക് കയറി ചുറ്റും ഒന്ന് കണ്ണോടിച്ചു ഗൗതം. അധികം സാധനങ്ങളൊന്നുമില്ല ആ റൂമില്. കുറച്ചു മാത്രം ഡ്രസ്സുകളും പിന്നെ കുറച്ച് ബുക്സും. സിംഗിൾ കട്ടിലിന്റെ അരികിലെ ടേബിളിൽ ഒരു കുപ്പിയിൽ വെള്ളവും. എന്താ ഗൗതം ഈ നോക്കുന്നേ? ഒന്നുമില്ല. അപ്പൊ ഇതാണ് എന്റെ ദീപുവിന്റെ വിഷമങ്ങൾ അറിഞ്ഞ കണ്ണീര് വീണലിഞ്ഞ മുറി അല്ലേ? തെളിച്ചമില്ലാതൊന്ന് ചിരിച്ചു ദീപു. ഒറ്റപ്പെട്ടു പോയ ആ ദിനങ്ങൾ ഓർമ്മയിലേക്ക് വന്നു. ഒരു താങ്ങിനെന്ന പോലെ അവന്റെ നെഞ്ചോരം ചേർന്ന് നിന്നു അവൾ. ഗൗതമിന്റെ കൈകൾ അവളെ ചുറ്റി. ഇനി എന്തിനാ പെണ്ണെ വിഷമിക്കണേ? നിനക്കിപ്പോ ഞാനില്ലേ? എന്റെ വീട്ടിലുള്ള ഓരോരുത്തരും നിന്റെ അല്ലേ? അതേ, ഇങ്ങനെ നിന്നാ ശരിയാവില്ല. എത്രയും വേഗം ഇവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഫ്ലാറ്റിലേക്ക് പോകണ്ടേ നമുക്ക്? നമ്മുടെ ലോകത്തേക്ക്. പിന്നെ അവിടെ ചെന്നിട്ട് കുറച്ച് പണിയുണ്ട്. ഒരു പെണ്ണ് വന്ന് കയറുന്നതല്ലേ, അതിന്റെ ഒരുക്കമൊന്നും ഞാൻ നടത്തിയിരുന്നില്ല. ആകെ അലങ്കോലായിട്ട് കിടക്കാം അവിടെ. ഗൗതം പറയെ ഒരു പുഞ്ചിരിയോടെ അവനെ വിട്ടകന്ന് സാധനങ്ങളൊക്കെ ബാഗിലേക്ക് നിറയ്ക്കാൻ തുടങ്ങി അവൾ. അവൾക്കൊപ്പം ഗൗതമും കൂടി.
എല്ലാം ക്ലീൻ ചെയ്ത് രണ്ടുപേരും മുറി പൂട്ടി ഇറങ്ങി. കീ ഗ്രേസി ആന്റിയെ ഏൽപ്പിക്കുമ്പോൾ അവൾ ഒന്ന് പുഞ്ചിരിച്ചു. ആന്റി, ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് കരുതി എന്നെ പോലുള്ള പെൺകുട്ടികൾ വഴിതെറ്റിപ്പോകുമെന്നൊന്നും ഇനിയെങ്കിലും കരുതിയേക്കല്ലേ. ഒരു പെണ്ണ് ചീത്തയാകാനും നന്നാകാനും അവൾ തന്നെ വിചാരിച്ചാൽ മതി. അതിനിപ്പോ അച്ഛന്റെയും അമ്മയുടെയും കൂടെ വളർന്നാലും അവരില്ലാതെ വളർന്നാലും അങ്ങനെ പോണോന്ന് വിചാരിക്കുന്നവർ പോവും. ഇനിയെങ്കിലും ആന്റി ഒരാളെയും മുൻവിധിയോടെ കാണരുത് കേട്ടോ. അത് പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്കിറങ്ങി. അവൾക്കൊപ്പം ഗൗതമും. ഗ്രേസി ആന്റിയുടെ മുഖം മങ്ങിപ്പോയിരുന്നു. ഗൗതമിന്റെ ഫ്ളാറ്റിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ വേണ്ടതെല്ലാം വാങ്ങിയിട്ടാണ് അവർ പോയത്. അവിടെ ചെന്ന് ഫ്ളാറ്റ് ആകെ ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തപ്പോഴേക്കും രണ്ടുപേരും ക്ഷീണിച്ചിരുന്നു. ഒന്ന് കിടന്ന് മയങ്ങി എഴുന്നേൽക്കുമ്പോൾ രാത്രിയായിരുന്നു. ദീപു വേഗം എഴുന്നേറ്റ് കിച്ചണിലേക്ക് നടന്നെങ്കിലും ഗൗതം അവൾക്ക് പിന്നാലെ എത്തിയിരുന്നു. എന്ത് ചെയ്യാൻ പോവാ പെണ്ണേ? രാത്രി ഫുഡ് എന്തെങ്കിലും കഴിക്കണ്ടേ? ഗൗതം ഒരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചു. വേണ്ട. വേണ്ടേ? വേണ്ട. അതെ, നമുക്കൊരു ഡ്രൈവിന് പോയാലോ? ഒരു നൈറ്റ് ഡ്രൈവ്. അവളുടെ കണ്ണുകൾ വിടർന്നു. സത്യമായിട്ടും? സത്യം. വാ, വേഗം റെഡിയാവ്. ഫുഡ് നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. ദേ, ഇപ്പം റെഡിയാകാം. അത് പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് ഓടിയിരുന്നു. ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കി നിന്നു ഗൗതം. രണ്ടുപേരും ഡ്രസ്സ് ചെയ്ത് റൂം പൂട്ടി പുറത്തേക്കിറങ്ങി. അണ്ടർഗ്രൗണ്ടിലെ പാർക്കിങ്ങിൽ ഷീറ്റ് കൊണ്ട് മൂടിയിട്ടിരുന്ന ബൈക്കാണ് അവർ റൈഡ് പോകാൻ എടുത്തത്. ദീപുവിന്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. തുടരും. അടുത്ത പാർട്ടുമായിട്ട് നാളെ കാണാട്ടോ.